PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇന്ന് മന്ത്രിയുമായി നടക്കുന്ന ചർച്ചയ്ക്ക് മുന്നോടിയായി പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും MSFിൻ്റെയും KSFിൻ്റെയും നേതാക്കളുമായി ചർച്ച നടത്തി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത് നമുക്ക് ലഭിച്ചൊരു സൂചനയും ഇന്നത്തെ ചർച്ചയ്ക്ക് പിന്നാലെ മലബാറിലെ സീറ്റ് പ്രശ്നം പരിഹരിക്കുന്നത് താൽക്കാലികമായ അധിക ബാച്ചുകൾ അനുവദിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. പക്ഷേ അങ്ങനെ താൽക്കാലിക അധിക ബാച്ച് എന്നുള്ള ഒരു തന്ത്രം കാണിച്ച് കണ്ണിൽ പൊടിയിട്ട് പ്രശ്നം പരിഹരിക്കാനാകില്ല എന്നുള്ളതാണ് യൂത്ത് ലീഗ് നേതാക്കൾ പറയുന്നത്. ശാശ്വതമായ പരിഹാരം പ്രശ്നത്തിന് വേണം, അല്ലാത്ത പക്ഷം പ്രതിഷേധം വലിയ രീതിയിൽ കടുപ്പിക്കുമെന്നുള്ള സൂചന കൂടി ഇവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. നിയമസഭയ്ക്കകത്ത് പുറത്തും ഇതുവരെ പ്രതിപക്ഷമാണ് ഈ വിഷയം വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധം അവർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ പ്രതിഷേധ രംഗത്ത് നിലയുറപ്പിച്ച സാഹചര്യത്തിൽ വീണ്ടും പോലീസ് അതിശക്തമായ രീതിയിൽ ജലപീരങ്കി പ്രയോഗിക്കുന്നു. ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ പോലീസിന് നേരെ കല്ലും ചെളിയും മണ്ണും വാരി എറിഞ്ഞുകൊണ്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ തിരിച്ച് പ്രതിരോധിക്കുന്നത്. അങ്ങനെ ബാരിക്കേഡിന് അപ്പുറവും ഇപ്പുറവുമാണെങ്കിൽ കൂടി മുഖാമുഖം ഒരു കാഴ്ചയാണ് യൂത്ത് ലീഗ് സമരത്തിൽ നിയമസഭാ പരിസരത്ത് കാണാനാകുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. അപ്പോഴും വലിയൊരു പ്രകോപനപരമായ നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. പോലീസിന് നേരെ ചെളിവാരി എറിയുകയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ. ഈ ജലപീരങ്കി പ്രയോഗിച്ച് വെള്ളം നനഞ്ഞ പ്രദേശം മുഴുവൻ ചെളിക്കുണ്ടായിട്ടുണ്ട്. മാത്രമല്ല മഴയുണ്ടായിരുന്നു, മഴ നനഞ്ഞും ചെളിക്കുണ്ടായിട്ടുണ്ട്. ഈ ചെളിവാരി പോലീസിന് നേരെ എറിയുകയാണ്. ജലപീരങ്കി പ്രയോഗിച്ച് പിന്തിരിപ്പിച്ച് വിടാൻ പോലീസ് ശ്രമിക്കുമ്പോൾ പോലീസിന് നേരെ കല്ലും ചെളിയും വാരി എറിഞ്ഞുകൊണ്ട് ഒപ്പം ഈ ജലപീരങ്കിയിലെ വെള്ളം തളം കെട്ടി കിടക്കുന്ന വെള്ളം അത് പോലീസിന് നേരെ കോരി എറിഞ്ഞുകൊണ്ടൊക്കെയാണ് യൂത്ത് ലീഗിന്റെ പ്രതിരോധം കാണാനാകുന്നത്. വലിയ തരത്തിലുള്ള ഒരു സംഘർഷാന്തരീക്ഷം മുറ്റി നിൽക്കുന്നു. പോലീസ് ഒരുപക്ഷെ ടിയർ ഗ്യാസോ ഗ്രനേഡോ ഉൾപ്പെടെയുള്ള പ്രയോഗങ്ങളിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ജലപീരങ്കി വാഹനം ഒരടി പിന്നിലേക്ക് പോയിരിക്കുകയാണ്. ഒരുപക്ഷെ വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ച് ഇവരെ പിന്തിരിപ്പിക്കാനാകുമോ, പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനാകുമോ എന്നുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഏതായാലും അതിനു മുന്നിൽ വഴങ്ങില്ല. അങ്ങനെ വെള്ളം കുളിപ്പിച്ച് ഞങ്ങളെ ഓടിക്കേണ്ടതില്ല എന്നുള്ള കൃത്യമായ ഒരു സന്ദേശം അത് യൂത്ത് ലീഗ് പ്രവർത്തകർ നൽകുന്നുണ്ട്. ജലപീരങ്കി പ്രയോഗത്തിലൂടെ തങ്ങളെ പിന്തിരിപ്പിക്കാനാവില്ല എന്നുകൂടി അവർ വ്യക്തമാക്കുന്നു. ആ നിലയിലാണ് പ്രതിഷേധ രംഗത്ത് അവരിപ്പോൾ നിലയുറപ്പിച്ച് നിൽക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ പ്രതിഷേധം ഈ വിധത്തിൽ കനപ്പിച്ചാൽ മറ്റു നടപടികളിലേക്ക് സ്വാഭാവികമായും പോലീസിന് കടക്കേണ്ടി വരും. ആ ബാരിക്കേഡ് ഭേദിക്കാനുള്ള വലിയൊരു ശ്രമമാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തുന്നത്. ആ ബാരിക്കേഡ് മറച്ചിടാതിരിക്കാൻ വേണ്ടി വലിയ ഒരു പോലീസ് സംഘം അപ്പുറത്തെ ഭാഗത്തുനിന്ന് മറുഭാഗത്തുനിന്ന് ആ ബാരിക്കേഡിനെ താങ്ങി പിടിച്ച് ഉറപ്പിച്ചു നിർത്തുന്ന കാഴ്ച കൂടിയും നമുക്കിവിടെ കാണാനുമാകും. അങ്ങനെ വലിയ ഒരു പ്രതിഷേധം നിയമസഭാ പരിസരത്ത് നടക്കുന്നു. മലബാറിലെ സീറ്റ് പ്രതിസന്ധിയിൽ മലബാർ മേഖലയിൽ തുടക്കം കുറിച്ച പ്രതിഷേധം അത് തലസ്ഥാനത്തേക്ക് ആളിക്കത്തുകയും സമര കേന്ദ്രമായി തിരുവനന്തപുരം മാറുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ളത്. ഇന്ന് KSUവിൻ്റെ വിദ്യാഭ്യാസ ബന്ധം ആ വിധത്തിൽ നടക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ഇന്ന് ഉച്ചയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി ഈ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തുമ്പോൾ ഈ പ്രതിഷേധം കടുപ്പിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം തണുപ്പിക്കാൻ എന്താണ് മാജിക് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്, ഈ പ്രശ്നപരിഹാരത്തിന് എന്ത് ഫോർമുലയാണ് മന്ത്രി സസ്പെൻസായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നതൊക്കെ ഏറെ പ്രധാനമാണ്. ആ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ പരിഹാര ഫോർമുല സർക്കാർ മുന്നോട്ട് വെച്ചാൽ, മന്ത്രി മുന്നോട്ട് വെച്ചാൽ അത് ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് സ്വീകാര്യമാകുമോ, ആ ഫോർമുല ഏറ്റെടുത്തുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറുമോ എന്ന് മാത്രമല്ല ആ സമരം ഒരു ഫോർമുല ഒരു ശാശ്വത പരിഹാരത്തിന് ഉതകുന്നതാണോ എന്നതൊക്കെ ഏറെ പ്രധാനമാണ്. ഏതായാലും ഈ മലബാറിലെ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു ചർച്ച തന്നെയായിരിക്കും ഇന്ന് മന്ത്രി V ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിനുശേഷം വരാനുള്ള തീരുമാനവും നിർണായകമാണ്. ഇനി അതല്ല, ഒരു തീരുമാനങ്ങളിൽ പോകുന്നതിനപ്പുറത്തേക്ക് മന്ത്രി ഇന്നലെ നിയമസഭയിലേക്ക് ഉന്നയിച്ച ന്യായീകരണവും കണക്കുകളും ആ കണക്കുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഈ പ്രതിഷേധം തണുപ്പിക്കാനും പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാനും ഒക്കെയാണ് മന്ത്രി ശ്രമിക്കുന്നതെങ്കിൽ അത് പ്രതിഷേധം കൂടുതൽ കണക്കുന്നതിന് മാത്രം കാരണമാവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു പരിഹാര ഫോർമുല സർക്കാരിനുണ്ട് എങ്കിൽ സ്വാഭാവികമായും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച ചെയ്യാതെ തന്നെ ആ പരിഹാര മാർഗം സർക്കാരിന് പ്രഖ്യാപിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത്തരമൊരു നടപടിയിലേക്ക് ഏതായാലും സർക്കാർ കടന്നിട്ടില്ല. നാളെ മന്ത്രിസഭാ യോഗം ചേരാനിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പരിഹാരം നാളെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഇന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തിയാലും ഒരുപക്ഷെ നാളെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും ഒരു തീരുമാനം വരിക. ഈ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ മന്ത്രിയും മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചേക്കും. അങ്ങനെ മന്ത്രിസഭാ യോഗം ഒരു തീരുമാനമെടുക്കാനാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഇനി നാളേക്ക് കാത്തുവെക്കാതെ ഇന്നു തന്നെ ആ തീരുമാനം മന്ത്രി പ്രഖ്യാപിക്കുമോ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി അറിയിക്കുമോ എന്നുള്ളതും ഏറെ പ്രധാനമാണ്. ഏതായിരുന്നാലും മലബാറിലെ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട
വിഷയം വലിയ തരത്തിലേക്ക് പ്രതിഷേധ തിരമാലയായി പ്രതിഷേധ പെരുമഴയായി പെയ്തിറങ്ങുകയാണ്. സംസ്ഥാന വ്യാപകമായും തലസ്ഥാനവും ആ പ്രതിഷേധ പെരുമഴയിൽ നനഞ്ഞു കുളിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്.